നമസ്കാരം. ഇത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിലെ പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. കിഴക്ക് ഭാഗത്തേക്ക് ശിവനും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ശ്രീ പാർവതി ദേവിയും ദർശനമായിട്ട് ഒരേ ശ്രീകോവിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഗണപതി, അയ്യപ്പൻ, മഹാവിഷ്ണു, സതീദേവി, ഭദ്രകാളി, നാഗദൈവങ്ങൾ ഇവരൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. കയറി വരുമ്പോൾ ഇടത് സൈഡിലായിട്ട് തന്നെ വഴിപാട് കൗണ്ടറുണ്ട്. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള വഴിപാടുകൾ അവിടെ ചോദിച്ചറിഞ്ഞ് അവിടെ നിന്ന് റിസീപ്റ്റ് ആക്കാവുന്നതാണ്. മറ്റെല്ലാ ദിവസങ്ങളിലും ശിവൻ്റെ നട തുറന്ന് അവിടെ പൂജയുള്ളതാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലും നമുക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴാവുന്നതാണ്. അവിടുത്തെ പ്രധാന സവിശേഷത ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമേ ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുകയുള്ളൂ. ആ ദിവസത്തിൽ ദർശനം നടത്തുന്നത് വളരെ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ തിരക്കും കൂടുതലാണ്. ശിവക്കുട്ടി അമ്പലത്തിൽ തൊഴുന്നതിൻ്റെ ഇടയിൽ ശിവക്കുട്ടിയുടെ പുറകിലുള്ള മേൽപ്പാലം അങ്ങനെ തിരക്കുകൾ വരുമ്പോൾ ഈ ധനുമാസത്തിലെ തൊഴാനുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് കാരണം അവർക്ക് കടന്നു പോകാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നതാണ് അവിടെ. അയ്യപ്പൻ്റെ നടയിൽ എള്ളുതിരി കത്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സർവ്വദോഷങ്ങളും തീർക്കാൻ എള്ളുതിരി അയ്യപ്പൻ്റെ നടയിൽ കത്തിക്കുന്നത് നല്ലതാണ്. അതുപോലെ അയ്യപ്പൻ്റെ നടയിൽ നാളികേരം ഉടയ്ക്കാനുള്ള സൗകര്യവും അവിടെയുണ്ട്. ഇതാണ് ശ്രീ പാർവതി ദേവിയുടെ നട. വർഷത്തിൽ 12 ദിവസം തുറക്കുന്ന നടയാണിത്. മംഗല്യവരദായിനി കൂടിയാണ് അമ്മ ദേവി. പറന്നിറക്കണത് വളരെ നല്ലതാണ്. അതുപോലെ പട്ടും താലിയും അമ്മ ദേവിയുടെ ശ്രീകോവിലിൽ സമർപ്പിക്കുന്നതും നല്ലതാണ്. സാധാരണ ഒരു ദിവസമായിരുന്നു ഞാനും ശിവയും ഏട്ടനും കൂടി അമ്പലത്തിൽ തൊഴാൻ പോയത്. അതുകൊണ്ട് വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാതെ മഹാദേവനെ സമാധാനമായിട്ട് നിന്ന് തൊഴുത് ഇറങ്ങാൻ സാധിച്ചു. ശിവയും ഏട്ടനും കൂടിയിട്ട് തൊഴുത് ഇറങ്ങുന്നതാണ്. വർഷത്തിൽ 12 ദിവസം നട തുറക്കുന്ന ശ്രീ പാർവതി ദേവി, അതുപോലെ ഒരേ ശ്രീകോവിലാണ് പാർവതി ദേവിയുടെയും ശിവൻ്റെയും പ്രതിഷ്ഠയായിരിക്കുന്നത്. അങ്ങനെ തൊഴാൻ പറ്റുക എന്ന് വെച്ചാൽ തന്നെ അത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ വരുന്നവരിൽ കൂടുതൽ പേരും സ്ത്രീകളാണ് വരിക. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് സ്ത്രീകളുടെ ശബരിമല എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഞങ്ങൾ തൊഴുതിറങ്ങി വീണ്ടും കാണാം.